ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. വൈദികരുടെ ഒരു സമ്മേളനം ബുവനസ് ഐരസിൽ വെച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ചർച്ചാ വിഷയം ഇതാണ്: അച്ഛന്മാർ ലോഹ ഇടണമോ വേണ്ടയോ? എല്ലായ്പ്പോഴും ഇട്ടുകൊണ്ട് നടക്കണമെന്നും ഒരു പക്ഷം വാദിച്ചു. മറ്റേ പക്ഷം പറഞ്ഞു ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അച്ഛന്മാർ ലോഹ ഇട്ടാൽ മതിയെന്ന്. അപ്പോൾ അന്നത്തെ ബിഷപ്പായിരുന്ന നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ബിഷപ്പായിരിക്കുന്ന കാലഘട്ടമാണ്. ബെർഗോളിയോയുടെ അദ്ദേഹത്തിൻ്റെ ബിഷപ്പിൻ്റെ അനുവാദം എല്ലാവരും അഭിപ്രായം എന്താണെന്ന് ആരാഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: നിങ്ങൾ ലോഹ ഇടുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല പ്രധാനം, മറിച്ച് നിങ്ങളുടെ ലോഹയുടെ കൈ ചുരുട്ടി വെച്ച് പാവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. നമ്മൾ അൽമായരാകാം, വൈദികരാകാം, മെത്രാന്മാരാകാം, മാർപ്പാപ്പയാകാം, ആരും ആകട്ടെ, കുരിശ് വഹിക്കാതെ നാം യാത്ര ചെയ്താൽ, കുരിശില്ലാതെ നാം കെട്ടിപ്പടുത്താൽ, ക്രിസ്തുവിനെ പ്രഘോഷിച്ചാൽ നാം ക്രിസ്തു ശിഷ്യരാകുകയില്ല. വെറും ലൗകായികർ മാത്രമേ ആവുകയുള്ളൂ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളാണ്. കുരിശില്ലാതെ നാം യാത്ര ചെയ്താൽ, കുരിശ് വഹിക്കാതെ യാത്ര ചെയ്താൽ, കുരിശില്ലാതെ നാം കെട്ടിപ്പടുത്താൽ, ക്രിസ്തുവിനെ പ്രഘോഷിച്ചാൽ, അയ്യോ ഞാനൊന്നും ഈ പണിക്കൊന്നും ഇല്ലേ എന്നും പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയരുതായിരുന്നെന്നും മത്തായി 13:57 പറയുന്നുണ്ട്: പ്രവാചകൻ സ്വന്തം നാട്ടിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവോദിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പരിഹസിച്ചൊക്കെ സംസാരിക്കും, ഇല്ലാ വചനങ്ങളൊക്കെ പറയും. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്: കുരിശ് വഹിക്കാതെ നാം യാത്ര ചെയ്താൽ, കുരിശില്ലാതെ നാം കെട്ടിപ്പടുത്താൽ, കുരിശില്ലാതെ നാം ക്രിസ്തുവിനെ പ്രഘോഷിച്ചാൽ നാം ക്രിസ്തു ശിഷ്യരാവുകയില്ല. വേറെ വല്ലതും ഒക്കെ ആയേക്കും. അല്ലെ നമ്മുടെ സങ്കല്പങ്ങളിൽ എല്ലാവരും കൂട്ടു പറയുന്ന, എല്ലാവരും കൂടെ നിൽക്കുന്ന, എല്ലാവരും അനുകൂലിക്കുന്ന ഒരു വ്യക്താവായി തീരാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നാം ക്രിസ്തുവിന് യോഗ്യരായി തീരുകയില്ല. മാർക്കോസ് 12:24 പറയുന്നുണ്ട്: വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്ന്. അതുകൊണ്ട് നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിച്ചാൽ, ലോകത്തിൽ ആശ്രയിച്ചാൽ നമുക്ക് പരാജയമായിരിക്കും ഫലം. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ചാൽ പ്രവാചകൻ പരാജയപ്പെടുന്നിടത്താണ് കർത്താവ് വിജയിക്കുന്നത്. പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, ഫറവോയുടെ അടുക്കലേക്ക് ദൈവം മോശയെ 10 തവണ പറഞ്ഞയക്കുകയാണ്. പരാജിതനായി വിഷണ്ണനായി കടന്നു വരുന്ന മോശ, എന്നാൽ അവസാനം ദൈവത്തിൻ്റെ വലതുകരം വിജയം നേടുന്നതായിട്ടും ചരിത്രം രചിക്കപ്പെടുന്നതായിട്ടും മോശയിലൂടെ ദൈവം പരമമായ ലക്ഷ്യം, വിജയം നേടുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, ശുശ്രൂഷാ ജീവിതത്തിലോ ആത്മീയ ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ സന്മാർഗ ജീവിത മാർഗങ്ങളിലോ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ ഇതാ ക്രിസ്തുവിന് വേണ്ടി ചിരച്ഛേദം ചെയ്യപ്പെട്ട സ്നാപക യോഹന്നാനെ പോലെ, അതുപോലെ വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ വിശ്വാസത്തെ പ്രതി പീഡനം സഹിക്കുന്നവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ, അവരെ സഹായിക്കാൻ ഇതാ തൻ്റെ സൈനിക സേവനത്തോടൊപ്പം നിലകൊണ്ട് അമ്പുകളേറ്റ് പിടഞ്ഞു മരിക്കേണ്ടിയിരുന്ന വിശുദ്ധ സെബസ്ത്യാനോസ് ഇതാ ഭക്തയായ ഐറിൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ശുശ്രൂഷ ചെയ്ത് അദ്ദേഹം സുഖപ്പെട്ട് കഴിഞ്ഞ് വീണ്ടും താൻ ആർക്കു വേണ്ടി നിലകൊണ്ടോ ആ ക്രിസ്തുവിന് വേണ്ടി ഉച്ചരിക്കുകയും സംസാരിക്കുകയും നിലകൊള്ളുകയും ചെയ്ത് വടികൊണ്ടടിച്ച്, ഗത കൊണ്ടടിച്ച് അദ്ദേഹത്തെ രക്തസാക്ഷിയായി അദ്ദേഹം വധിക്കപ്പെടുകയാണ്. വിശുദ്ധ ജോസഫിൻ ബക്കീത്തായുടെ ജീവിതത്തിലും ഇതാ ക്രിസ്തുവിന് വേണ്ടി പീഡകൾ സഹിച്ച വിശുദ്ധ സീത പുണ്യവതി, വിശുദ്ധ റീത്ത പുണ്യവതി, അങ്ങനെ ഒത്തിരി പേര്. അതുകൊണ്ട് യേശുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ എല്ലാവരും 2 കൈയും നീട്ടി 2 കൈയും കൊട്ടി സ്വീകരിക്കണമെന്ന് ഒരു ഉറപ്പും ഇല്ല. യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത് വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതത്തിലേക്കാണ്. സ്വന്തം ജീവിത പങ്കാളി പോലും, കുടുംബം പോലും, മക്കൾ പോലും ചിലപ്പോൾ എതിര് നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ഇതാ പ്രവാചകൻ തോൽക്കുന്നിടത്താണ് തമ്പുരാൻ വിജയിക്കുന്നത്. കൊരിന്തോസുകാർക്ക് വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്: സഹോദരരെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെപ്പറ്റി അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മരണഭയം ഉണ്ടാക്കത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന്. അപ്പോൾ
പൗലോസ്ലീഹായ്ക്കുണ്ടായ അനുഭവങ്ങൾ എത്രമാത്രമാണെന്ന് നമ്മൾ ഇവിടെ കാണുകയാണ്. കൂടെയുള്ളവരൊക്കെ ചിലപ്പോൾ എതിർത്തേക്കാം. ദൈവദാസൻ ജോസഫിനെ സ്വന്തം കൂടപ്പിറപ്പങ്ങളാണ് എതിർത്തത്. ഇതുപോലെയുള്ള എതിർപ്പ് അനുഭവങ്ങളും കാരാഗൃഹവാസങ്ങൾ പോലും ഉണ്ടായേക്കാം. അപ്പോസ്തല പ്രവർത്തനം 4:3 കാണുന്നുണ്ട്. അവർ അവരെ പിടികൂടി സന്ധ്യയായതുകൊണ്ട് അടുത്ത ദിവസം വരെ കാരാഗൃഹത്തിൽ സൂക്ഷിച്ചുവെന്ന്. വിശുദ്ധ പത്രോസിനുണ്ടായ അനുഭവം, പത്രോസിനെയും കൂട്ടാളികളെയും ജയിലിലടച്ചു. അതുപോലെ അപ്പോസ്തല പ്രവർത്തനം 16:24 പൗലോസിനും സീലാസിനും ഇതേ അനുഭവം ഉണ്ടായിട്ടുള്ളതായിട്ട് ഈ വചനത്തിൽ നമ്മൾ കാണുകയാണ്. മാർക്കോസ് 8:11 കാണുന്നുണ്ട്. ഫരിസേയർ വന്ന് അവനുമായി തർക്കിക്കാൻ തുടങ്ങി. അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെട്ടു എന്ന്. അപ്പോൾ 2 തിമോത്തി 4:16 എൻ്റെ ന്യായവാദങ്ങൾ ഞാൻ ആദ്യം അവസാനിപ്പിച്ചപ്പോൾ ആരും എൻ്റെ ഭാഗത്തില്ലായിരുന്നു. എല്ലാവരും എന്നെ ഉപദേശിച്ചു. ആ കുറ്റം അവരുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കട്ടെ എന്ന്. അപ്പോൾ പ്രവാചകൻ സ്വന്തം നാട്ടിലും സ്വന്തം ഭവനത്തിലുമെല്ലാം വേദനകൾ സഹിക്കേണ്ട അപ്പോസ്തലന്മാരെ പുതുവീഞ്ഞു കുടിച്ച് ഉന്മത്തരായി. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ഉന്മത്തരാണെന്നും പറഞ്ഞിട്ട് കളിയാക്കി. 1 പത്രോസ് 5:8 പറയുന്നുണ്ട്. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കി നടക്കുകയാണ്. പ്രഭാഷകൻ 2:1-3 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ മകനെ, നീ കത്ത് ശുശ്രൂഷയ്ക്ക് വരുമ്പോഴെന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിക്കൊള്ളുക. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, വചനം വായിക്കുന്നവരാണ്, വചനം എഴുതുന്നവരാണ്. പക്ഷേ എല്ലാവരും നമുക്ക് അനുകൂലമായിരിക്കണമെന്നില്ല. പീഡനങ്ങളും സഹനങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ്റെ ചരിത്രം വായിച്ചത് ഓർക്കുകയാണ്. വചന ശുശ്രൂഷയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അരമനയിൽ വന്ന് പ്ലേ കാർഡുകളുമായിട്ട് വന്ന് മുദ്രാവാക്യം വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് നേരെ കല്ലും മണ്ണും വാരിയെറിയുകയും കാറിലൊക്കെ അതും ഇതൊക്കെ എഴുതി വെക്കുകയും എല്ലാം ചെയ്ത ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ടായതായിട്ട് വായിച്ചതായിട്ട് ഓർക്കുകയാണ്. അപ്പോൾ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകും. ഇത് വായിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ ഇതേപോലത്തെ ചില അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ്, ഈ പുസ്തകമൊക്കെ ഒന്ന് മാറ്റി ഇങ്ങനത്തെ ഒന്നും വായിക്കല്ലേ. അവളെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ഇതേപോലത്തെ അനുഭവങ്ങൾ. പക്ഷേ വിശ്വാസത്തെ പ്രതി വെല്ലുവിളികൾ ഉണ്ടാകും. ഇവിടെ പറയുന്നുണ്ട്, ആപത്തിൽ അടിപറതരുത്, അവിടത്തോട് ചേർന്ന് നിൽക്കുക, നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കുമെന്ന്. പൗലോസിനെ കൊലപാതകി എന്ന് വിളിച്ച് അപ്പോസ്തല പ്രവർത്തനം 28:4 പൗലോസിനെ കൊലപാതകി എന്ന് വിളിച്ച് ജനം പരിഹസിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ കൊലപാതകിയാണെന്നതിന് സംശയമില്ല. അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ നീതി അവനെ അനുവദിക്കുന്നില്ല. അപ്പോസ്തല പ്രവർത്തനം 28:4 പരദൂഷണം കേൾക്കേണ്ടി വന്നേക്കാം. പോത്തിഫറിൻ്റെ ഭാര്യ ജോസഫിനെതിരെ, ദേവദാസൻ ജോസഫിനെതിരെ പരദൂഷണം പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇല്ലാ കഥകൾ പറഞ്ഞു വരുത്തിയേക്കാം. അപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കും. പീഡനങ്ങൾ, നിന്ദനങ്ങൾ, അവമാനങ്ങൾ, വേദനകൾ, അഗ്നിപരീക്ഷകൾ ഉണ്ടാകും. പ്രഭാഷകൻ 2:5 സ്വർണ്ണം അഗ്നിയിൽ ശോധന ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ തീച്ചുളയിൽ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യരും. ഈശോ മിശിഹായ്ക്ക്